Hello everyone, welcome to Mehar's kitchen. ഇന്ന് നമുക്ക് ഒരു കോഫ്ത കറി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ക്രീമിയാണ്. അപ്പോൾ മമ്മി റെസിപ്പി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കിലോ കീമ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കണം. കീമ അല്ലെങ്കിൽ ഇറച്ചി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. കീമൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. 1/2 കിലോ ആണ് കീമ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 1.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, വെള്ളമൊന്നും ഇടാതെ. തേങ്ങ 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് വെള്ളമൊന്നും ഇടാതെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ്. ആവശ്യത്തിന് 1/4 കപ്പ് പുതിനയില, 1/4 കപ്പ് മല്ലിയില, ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ 4-5 പച്ചമുളക്. ആദ്യം ചെയ്യേണ്ടത് ഒരു ചോപ്പർ അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് സവാള, പുതിനയില, മല്ലിയില, പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കീമ ഇട്ട് കൊടുക്കാം. കീമയിൽ വെള്ളമില്ലാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടായാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കീമ യൂസ് ചെയ്യാൻ. പിന്നെ ചോപ്പർ അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങ ക്രഷ് ചെയ്തത്, അണ്ടിപ്പരിപ്പ് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വെള്ളമില്ലാതെ അരച്ചതാണ്. ഇതും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് പൊടി മസാലകളും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടിയിട്ട് നന്നായിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കാം, ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ കീമയും മസാലകളും എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് കോഫ്താസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മിക്സ്ചർ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ എണ്ണ ഒന്നും തേക്കണ ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ നല്ലപോലെ ക്രാക്സ് ഒന്നും ഇല്ലാതെ സമയമെടുത്ത് തന്നെ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ കറിയിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലപോലെ സമയമെടുത്തിട്ട് സാവധാനത്തോടെ നമുക്ക് ഇത് റോളാക്കി എടുക്കാം, ഒരു കോഫ്തൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് കോഫ്ത ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ കോഫ്താസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ശരിയാക്കി എടുക്കാൻ. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള എയറൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാൻ. 1/2 കിലോ കീമ കൊണ്ട് 17 എണ്ണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ശരിയാക്കി എടുക്കാം. അതുവരെ 1/2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഈ മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. 1 കപ്പ് സവാള പേസ്റ്റാണിത്. 2 മീഡിയം സവാള എടുത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തക്കാളി പേസ്റ്റ്, 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ്, അണ്ടിപ്പരിപ്പ് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 4-5 ഗ്രാമ്പൂ, 4-5 ഏലക്ക, പിന്നെ 1 കഷ്ണം പട്ട. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കോഫ്തക്കുള്ള ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ്
ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായ ഇതിലേക്ക് ചെറിയ ജീരകം, ഉലുവ, ഗ്രാമ്പു, പട്ട, കറാമ്പൂ, ഏലക്ക ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് സവാള പേസ്റ്റ്, തക്കാളി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റണ വരെ, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ, ഓയിലൊക്കെ പുറത്ത് തെളിയണ വരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അങ്ങനെ സവാള, തക്കാളി, വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം 2 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. 2 മിനിറ്റോളം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സൂക്ഷിച്ചിട്ട് ഇതിലേക്ക് കോഫ്താസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കോഫ്ത എല്ലാം കറിയിലിട്ടതിന് ശേഷം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി കയ്യിലൊന്നും ഇടാതെ തന്നെ അധികം ഇളക്കാതെ ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റോളം ആദ്യം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. 5 മിനിറ്റിന് ശേഷം ഇത് കണ്ടോ, കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇളക്കിയെടുക്കാം. ഇനി ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ കോഫ്താസ് എല്ലാം നന്നായിട്ട് വേവണ വരെ ഇത് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. കോഫ്താസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് വന്ന് തെളിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി, അതുകൊണ്ട് അത് ഇവിടെ കാണിക്കുന്നില്ല. എന്നിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെർവ് ചെയ്യാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിയായ കോഫ്ത റെഡിയാണ്. ഉണ്ടാക്കാനൊരു വെറൈറ്റി തന്നെയല്ലേ. അപ്പോൾ ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.